വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 432 2024 പോസ്റ്റിന്റെ സിലബസും അതുപോലെ തന്നെ എക്സാം ഡേറ്റും വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തു. സോ അതിനുശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള റിപ്ലൈ ആണ് ആദ്യം പറയുന്നത്. ഈ ഒരു പോസ്റ്റ് വിളിച്ചത് അറിഞ്ഞില്ല, മിസ്സായി പോയി, സബ്ജക്റ്റ് മാത്രം ഉള്ള ഇതുപോലുള്ള പോസ്റ്റുകൾ വരാറുണ്ടെന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ആദ്യം പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾക്ക് മാത്രം കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇപ്പൊ ജൂനിയർ അക്കൗണ്ടന്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് മാനേജ്മെന്റ്, ഓഫീസ് അസിസ്റ്റന്റ്, പല കോർപ്പറേഷൻസിലോട്ട് വിളിക്കുന്ന അക്കൗണ്ടന്റ് പോസ്റ്റുകൾ, ഇതിലോട്ടൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്താണ് 62,000 പേരാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർ അതിലുണ്ട്. കാരണം ഇതിന്റെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഒരുപാട് മെസ്സേജാണ് എനിക്ക് പേഴ്സണലായിട്ട് വരുന്നത്. എനിക്ക് 60% മാർക്കില്ല, എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ എക്സാമുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? രണ്ടാമത് എൻ്റെ ക്വാളിഫിക്കേഷൻ BBA ആണ്, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? വല്ല കാര്യമുണ്ടോ ലിസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലിസ്റ്റിൽ വന്നതിന് ശേഷം, ഒറ്റ എക്സാമാണ്, ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് വേക്കൻസിയുടെ ബേസിൽ ജോലി ലഭിക്കും. ലിസ്റ്റിൽ വന്നതിന് ശേഷം വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ PSC ഓഫീസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഡീറ്റെയിൽസ് കൊടുത്ത് വെരിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ 60% BCom മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ദെൻ BBA എന്ന് പറയുന്ന കോഴ്സ് BCom ഈക്വലന്റ് ആണെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. പലപ്പോഴും ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കുട്ടികൾ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എക്സാം എഴുതി ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷന്റെ സമയത്ത് തെളിയിക്കാൻ പറ്റണം. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, 62,000 പേരില് കുറെ പേര് ഇങ്ങനെ പോവും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ എല്ലാവരും എക്സാം എഴുതൂല എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇനി അതിൽ തന്നെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത്, റിയൽ കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം ഈ ഒരു എക്സാമിൽ വളരെ കുറവാണ്. നിങ്ങൾക്കുള്ള ചാൻസ് ആണിത്, നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ കൂടിയിട്ട് ഇനി 2 മാസം അല്ലേ നമ്മുടെ മുമ്പിലാണല്ലോ മെയിനായിട്ട്. അപ്പോൾ നമ്മളിതിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. യൂഷ്വലി നമ്മൾ ഇതിന് മേടിക്കുന്ന ഫീ, എല്ലാവരും ഫീ എത്രയാണെന്ന് സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ യൂഷ്വലി മേടിക്കുന്ന ഫീയുടെ 7 ഇലക്കത്തുള്ള ഒരു ഫീ അല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓൺലൈൻ ബാച്ചിന് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 സ്റ്റുഡൻസിനുള്ള ഓഫറാണ്. ഫസ്റ്റ് 100 സ്റ്റുഡൻസിന് വെറും 2,500 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും, കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, MCQ പ്രാക്ടീസ്, അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മുടെ ആപ്പിലൂടെയാണ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും സാധിക്കും. ഇത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 സ്റ്റുഡൻസിന് മാത്രമുള്ള ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഒരുപാട് പേര് സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1 എക്സാം അപ്ലൈ ചെയ്യാൻ മിസ്സായി പോയി, നമ്പർ 2 ക്വാളിഫിക്കേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഞാൻ പോയി എഴുതിയിട്ട് കാര്യമുണ്ടോ, അത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 3 ഇതിലെ റിയൽ കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് സാധാരണ നിങ്ങളൊരു PSC എക്സാം എഴുതാൻ പോകുമ്പോൾ ഉള്ളതിനേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പഠിക്കാൻ താല്പര്യമുള്ള ആദ്യത്തെ 100 കുട്ടികൾക്കായിരിക്കും ഈ ഒരു പ്രൈസ്. അതിനുശേഷം ആദ്യത്തെ 100 പേര് കഴിഞ്ഞാൽ പിന്നെ
ഉള്ള ആൾക്കാർക്ക് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന 7,500 കോച്ചിങ് ഫീസ് തന്നെയായിരിക്കും വരെ. ഇത് ആദ്യത്തെ 100 പേർക്കാണ് ഈ 2,500 ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ജൂലൈ 1 തീയതി മുതലാണ് നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഈ ഒരു പോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ദിവസം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.